ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ, ദൈവം വിളിച്ചവർ, ദൈവം തെരഞ്ഞെടുത്തവർ, വേർപെട്ട ദൈവജനമായിട്ട് ദൈവം തെരഞ്ഞെടുത്തവർ അവരുടെ വിവാഹ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ആവശ്യമുണ്ട്. നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെ എടുക്കുവാൻ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ കൃപ നമുക്ക് വളരെയധികം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ ആ വിളി ഇല്ലാതെ സക്കറിയാവിന്റെ ഭാര്യ കാണപ്പെടുകയായിരുന്നെങ്കിൽ അവർക്ക് ഒന്നിച്ച് ദൈവത്തെ സേവിക്കുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അപ്പൊ ദൈവവേല ചെയ്യുന്നവർ അതുപോലെ തന്നെ ഒരു വിളിയുള്ളവരെ കല്യാണം കഴിക്കണം എന്നത് എത്രയോ പ്രാധാന്യമുള്ളതാണെന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നു. ദൈവഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു അതെന്ന് നമ്മൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അവരുടെ ജീവിതം എത്രയോ ഒരു മാതൃകാപരമായിട്ടുള്ള ജീവിതമായിരുന്നു. അവരെക്കുറിച്ച് ദൈവാത്മാവ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവരെങ്ങനെയുള്ളവരായിരുന്നു? ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നടക്കുന്നവർ. സകല കൽപ്പനകളിലും, ഏതോ ചില കൽപ്പനകളൊക്കെ അനുസരിക്കുന്നു, പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നു എന്നുള്ള രീതിയിലല്ല, സകല കൽപ്പനകളിലും അവര് ദൈവം പറയുന്ന അനുസരിച്ച് നടക്കുന്നവരായിരുന്നു. ദൈവത്തിന്റെ വചനത്തിലുള്ള കാര്യങ്ങൾ, അവരുടെ തീരുമാനങ്ങളെ പറ്റി പറഞ്ഞല്ലോ, സകല കൽപ്പനകളിലും അവരനുസരണയുള്ളവരായിരുന്നു. ചില കാര്യങ്ങൾ അനുസരിക്കുന്നു, ചില കാര്യങ്ങൾ വിടുന്നു എന്നല്ല, എല്ലാ കാര്യങ്ങളും ഒരു ടോട്ടൽ ഒബീഡിയൻസ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല ന്യായങ്ങളിലും കൽപ്പനകളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. 2 വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. നീതിയുള്ളവരായിരുന്നു, ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. ദൈവം അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നീതിയുള്ളവർ, അതായത് ഒരു തെറ്റ് അവരെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പാപം അവരുടെ ജീവിതത്തിൽ ദൈവം നോക്കുമ്പോൾ കാണാനായിട്ട് ഇല്ലായിരുന്നു. നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ്ഷ്യസ്, നമ്മളെ ദൈവം നീതിമാന്മാരാക്കി എന്ന് നമ്മൾ പറയും. നീതിമാന്മാർ എന്ന് പറയുമ്പോൾ ദൈവം നോക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരവസ്ഥയിൽ ദൈവം ഇന്ന് നമ്മളെ യേശുക്രിസ്തു മുഖാന്തരം കാണുന്നു. അതുപോലെ ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ദൈവം അവരെ നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഈ കുറവുണ്ട് അല്ലെങ്കിൽ ഈ പാപമുണ്ട് എന്ന് ദൈവം അവരെ ചൂണ്ടിക്കാണിക്കുവാൻ ആവശ്യമില്ലാതെ ഒരു രീതിയിലുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളിലും അവർ ശരിയായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. റൈറ്റ്ഷ്യസ് അല്ലെ, റൈറ്റ്, ബീയിങ് റൈറ്റ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശരിയായ തീരുമാനം എടുക്കണം, ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യണം. ദൈവത്തിന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളിലും ടിക്ക് മാർക്ക് അവർക്കുണ്ടായിരുന്നു. ദൈവത്തിന്റെ മുന്നിൽ നീതിയുള്ളവർ ആയിരുന്നു. അത് മാത്രമല്ല, അവർ കുറ്റമില്ലാത്തവരായിരുന്നു. കുറ്റമില്ലാത്തവരെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മുന്നിൽ, ദൈവത്തിന്റെ മുന്നിൽ മാത്രമല്ല മനുഷ്യരുടെ മുന്നിലും അവരുടെ നടപ്പ് എങ്ങനെയുള്ളതായിരുന്നു? കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. കുറ്റമില്ലാത്തവർ, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ബ്ലെയിംലെസ്. അവർ പെർഫെക്റ്റ് ആയിരുന്നെന്നല്ല, അവർ പരിപൂർണരായിരുന്നു. ഒരു പാപം അവരൊരിക്കലും ചെയ്തിട്ടില്ല. അതല്ല അതിന്റെ അർത്ഥം. മനുഷ്യരാണല്ലോ, പാപികളാണല്ലോ, കുറവുള്ളവരാണല്ലോ, എന്നാലും കുറ്റമില്ലാത്തവരായിരുന്നു. അതായത് അവരെ ചൂണ്ടിക്കാണിച്ച് ഒരു മനുഷ്യനും ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുറവുണ്ട്, ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അല്ല ഇവരുടെ നടപ്പ് ശരിയല്ല, ഇവർ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ പാടില്ല, ഇങ്ങനെയൊന്നും അവരെക്കുറിച്ച് പറയുവാൻ ഒരു വകയും കൊടുക്കാതെ അളവുക്ക് അവരെങ്ങനെയുള്ളവരായിരുന്നു? കുറ്റമില്ലാത്തവരായിരുന്നു. ബ്ലെയിംലെസ് ആയിരുന്നു. പെർഫെക്റ്റ് അല്ല, ബ്ലെയിംലെസ്. അതായത് മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു കുറവും അവരെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലായിരുന്നു. ഈ 2 കാര്യങ്ങൾ, റൈച്ചസ്, ബ്ലെയിംലെസ്, ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യന്റെ മുമ്പാകെയും അവര് ഏറ്റവും ഒരു യോഗ്യമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് മുൻപാകെ എന്ന് പറയുമ്പോൾ ചില സമയം നമ്മൾ പറയും, ദൈവം മാത്രം അറിഞ്ഞാൽ മതി, ഞാൻ നീതിയായിട്ടാണോ നടക്കുന്നത്, ഞാൻ ശരിയായിട്ടാണോ നടക്കുന്നതെന്ന് ദൈവം മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ളവരൊന്നും അറിയണ്ട. അങ്ങനെ ചിലപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെ ചിലപ്പോൾ നമ്മൾ പറയല്ല, നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യും. എന്തുവാ, നമ്മുടെ രഹസ്യ ജീവിതം വേറെ ആയിരിക്കും, പക്ഷെ മനുഷ്യരുടെ മുന്നേ നല്ല റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വെളിയിലൊക്കെ നമ്മളിങ്ങനെ നടക്കും, നല്ലതായിട്ടൊക്കെ നടക്കും. കുറ്റമില്ലാത്തവരായി നടക്കുന്നത് പോലെ വെളിയിൽ തോന്നും, പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ വളരെ പാപികളായിട്ട് ചിലപ്പോൾ നമ്മൾ കാണപ്പെടും. അപ്പം ഇവരെ പറ്റി വായിക്കുന്നത് ദൈവത്തിന്റെ മുന്നിലും അവർ ശരിയായിട്ട് നടന്നു, അതേ ജീവിതമാണ് മനുഷ്യരുടെ മുന്നിലും ഇവർ നടന്നത്. ഒരു ഹിപ്പോക്രിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 2 മുഖമുള്ള ഒരു ജീവിതം അവർക്ക് ഇല്ലായിരുന്നു. സഭയിൽ വരുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവർ വീട്ടിലും, അങ്ങനെ തന്നെ ശുശ്രൂഷ ചെയ്യുമ്പോഴും, അങ്ങനെ തന്നെ സമൂഹത്തിലും. അപ്പൊ ദൈവത്തിന്റെ മുന്നേയും മനുഷ്യരുടെ മുന്നേയും കുറ്റമില്ലാത്തവരായും നീതിയുള്ളവരായും അവർ കാണപ്പെട്ടു. അപ്പൊ എത്രയോ വലിയൊരു സാക്ഷ്യം ദൈവം അവരെ പറ്റി പറയുന്നു.
അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത് സകല കൽപ്പനകളിലും എല്ലാ കാര്യങ്ങളിലും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റമില്ലാത്തവരുമായിരുന്നു. മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുവാൻ ഒരു കുറവും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. കുറ്റമില്ലാത്തവർ എന്ന് പറയുമ്പോൾ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലും 1 തിമോത്തിയോസ് 3-ലും എല്ലാം മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ, അവരുടെ എല്ലാം യോഗ്യതകളെ പറ്റി പറയുമ്പോൾ അവർ കുറ്റമില്ലാത്തവരായിരിക്കണം. ദേ ഷുഡ് ബി ബ്ലെയിംലെസ്. അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർ, ദൈവജനമായി വിളിക്കപ്പെട്ട നമ്മളും അങ്ങനെയുള്ളവരായി ഇരിക്കണം. അനിന്യരായി പരമാർത്ഥികളായി ഇരിക്കണം എന്നൊക്കെ നമ്മൾ ഫിലിപ്പിയർ 2-ല് ഫിലിപ്പിയർ 1-ലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒരു ജീവിതമാണ് ഇവർ നയിച്ചത് എന്ന് നമ്മൾ വായിക്കുവാൻ ആയിട്ട് സാധിക്കും. അപ്പൊ മനുഷ്യരുടെ മുമ്പിൽ നന്നായിട്ട് നടക്കുന്നു, എന്നാൽ ദൈവത്തെ ശരിക്കും പ്രീതിപ്പെടുത്തുന്നില്ല. അങ്ങനെയല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു, പക്ഷെ മനുഷ്യരുടെ മുന്നിൽ ഇവർ മനുഷ്യരുടെ അപ്രൂവൽ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ഇഷ്ടമുള്ള പോലെ നടക്കും, അങ്ങനെയുമില്ല. 2 കാര്യത്തിൽ അവരെ പറ്റി കുറവ് പറയാനായിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, അവിടെ വേറൊരു വാക്ക് എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയത് 6-ാം അധ്യായം 6-ാം വാക്യം തുടങ്ങുന്ന ഭാഗത്ത് ഇരുവരും, ദൈവജനത്തിലൊന്നും വെറുതെ എഴുതപ്പെടുന്നില്ല അല്ലെ, അവർ കുടുംബമായിട്ട് അങ്ങനെയല്ല, ഇരുവരും എന്ന് പറഞ്ഞാൽ ബോത്ത് ഓഫ് ദം, 2 പേരും ഇങ്ങനായിരുന്നു. ചില സമയം ഭർത്താവ് നല്ല മിനിസ്ട്രിയിൽ വളരെ പ്രയോജനപ്പെടുകയും വളരെ ദൈവഭക്തിയുള്ള ആളായിരിക്കും, ഭാര്യ പക്ഷെ ചിലപ്പോൾ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ആളായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഈ പാത ഇഷ്ടമില്ലാത്ത ആളായിരിക്കും. എന്തിനാ ഇത്ര മിനിസ്ട്രി ഒക്കെ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ മീറ്റിങ്ങിനൊക്കെ പോകുന്നത്, ഇങ്ങനെ പറയുന്ന ആളായിരിക്കും. ചിലപ്പോൾ തിരിച്ചായിരിക്കും, ചിലപ്പോൾ സഹോദരിമാർക്കായിരിക്കും കൂടുതൽ ഉത്സാഹം, ഭർത്താക്കന്മാർക്ക് അത്ര ഉത്സാഹം ഇല്ലായിരിക്കും, അല്ലെ ദൈവസന്നിധിയിൽ നീതിയായിട്ട് ജീവിക്കാനുള്ള വാഞ്ച ഇല്ലായിരിക്കും. പക്ഷെ ഇവരെ പറ്റി പറയുന്നത് ഇരുവരും, 2 പേരും ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്ത് കാര്യത്തിലാ? ദൈവഭക്തിയായിട്ട് ജീവിക്കുന്ന കാര്യത്തിൽ ഇരുവരും, 2 പേരും ചേർന്ന് ഉള്ള ഒരു കുടുംബം, 2 പേരും ഒരേ ഗോൾ, 2 പേർക്കും ഒരേ ലക്ഷ്യം, 2 പേർക്കും ഒരേ ജീവിതപാത, 2 പേർക്കും ഒരേ ദർശനം, ഒരേ ആത്മീയ പക്വത. 2 പേർക്കും ആത്മീയമായിട്ട് വളരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. 2 പേർക്കും ഒരേപോലുള്ള ആത്മീയ വാഞ്ച ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ 2 പേരും, ഹസ്ബൻഡ് വൈഫ് 2 പേരും ചേർന്ന് ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ ഈടുപെടുന്നുണ്ടോ? അതോ ഒരാൾ മാത്രം മുന്നിൽ നിൽക്കുന്നു, മറ്റേ ആൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണോ നമ്മുടെ വീടുകളിലുള്ളത്? അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇവരെ പറ്റി പറയുന്നത്, ഇവർ ദൈവകാര്യത്തിനാണോ ഒന്നിച്ചത്? ദൈവകാര്യത്തിനും ഒന്നിക്കാനൊക്കും, തെറ്റായ കാര്യത്തിനും ഒന്നിക്കാനൊക്കും, അല്ലേ? നമ്മൾ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ അപ്പോസ്തലർ 18 നോക്കുമ്പോൾ നമ്മൾ ആരെ പറ്റി വായിക്കുന്നു? അക്വിലാവയും പ്രിസ്കില്ലയും പറ്റി വായിക്കുന്നു. അവരെ പറ്റി 6 പ്രാവശ്യം നമ്മൾ പലയിടങ്ങളിലായിട്ട് 6 പ്രാവശ്യം വായിക്കുന്നുണ്ട്. ആ 6 പ്രാവശ്യം അവരുടെ 2 പേരുടെയും പേര് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 6 പ്രാവശ്യം അക്വില പ്രിസ്കില്ല ഒരുമിച്ചാണ് അവരുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അവർ ഒരേ തൊഴിൽ ചെയ്തു, ഒരുപോലെ ദൈവവചനം പഠിച്ചു, ഒരുപോലെ ദൈവവചനം പറഞ്ഞു കൊടുത്തു, ഒരുപോലെ അവർ വീട്ടിൽ ആളുകളെ സ്വീകരിച്ചു. ഇപ്പൊ എല്ലാ കാര്യത്തിലും ദൈവവേലയിൽ അവർ ഒരുമിച്ചായിരുന്നു. നല്ല കാര്യങ്ങൾ, അവരെ പറ്റി നല്ല കാര്യങ്ങളെ പൗലോസിന് എഴുതുവാനും പറയുവാനായിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർ 2 പേരും ചേർന്ന് ദൈവവേലയിൽ ഒന്നിച്ചു വന്നു. അതുപോലെ തന്നെയാണ് ഇവർ. എന്നാൽ അപ്പോസ്തലർ 5 നമ്മൾ വായിക്കുന്നുണ്ട് വേറൊരു കുടുംബം, 2 പേരും ചേർന്ന് എന്നാ ചെയ്തു? ഇരുവരും ചേർന്ന് എന്നാ ചെയ്തു? ദൈവത്തിന് വിരോധമായിട്ട് സംസാരിക്കുവാനായിട്ടിടയായി. അപ്പോസ്തലർ 5:9 നിങ്ങൾ പിന്നെ കൂടെ നോക്കിയാൽ മതി, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. 5:9 പത്രോസ് അവരോട് ചോദിക്കുമ്പോൾ, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ യോജിച്ചത് എന്തിന്? നിങ്ങൾ തമ്മിൽ എന്നാ ചെയ്തു? യോജിച്ചു. എന്തിനു വേണ്ടിയാണ്? കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ യോജിച്ചത് എന്തിന്? അപ്പൊ ദൈവകാര്യത്തിന് യോജിക്കാം, ദൈവത്തെ പരീക്ഷിക്കാനും, തിന്മയുള്ള കാര്യങ്ങൾക്കും തെറ്റായ കാര്യങ്ങൾക്കും എന്നാ ചെയ്യാം? യോജിക്കാം. അപ്പൊ നമ്മുടെ റോൾ ആസ് വൈഫ്സ്, ഭാര്യമാരായിട്ടിരിക്കുമ്പോൾ നമ്മുടെ റോൾ എന്തായിരിക്കണം? ആത്മീയ കാര്യങ്ങൾ മുന്നേറ്റം കൊടുക്കുന്നവരായിട്ട് നാം കാണപ്പെടണം. തെറ്റായ കാര്യങ്ങൾ ഉത്സാഹിപ്പിക്കുന്നവരായിട്ട് കാണപ്പെടാനായിട്ട് പാടില്ല. അതായത് ചില കാര്യങ്ങൾ, ഇപ്പം അനന്യ സഫീറയുടെ കാര്യം വായിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ നിലം വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇതെല്ലാം സോർട്ട് ചെയ്ത് പൈസ എല്ലാം മാറ്റി വെച്ച് കുറച്ച് സമയം ദൈവം അവർക്ക് കൊടുത്തിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് 2 പേരും ഒന്നിച്ച് തീരുമാനം എടുത്തിരിക്കുന്നത്, നമ്മളിങ്ങനെ ഒരു കള്ളം അങ്ങ് പറഞ്ഞേക്കാം. അവിടെ കൂടെ എന്നാ ചെയ്യാൻ അവർക്ക് സമയം ഉണ്ടായിരുന്നു? ആ തീരുമാനം മാറ്റാൻ ഭാര്യയ്ക്ക് പറയാമായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് പറയാമായിരുന്നു, ഇത് വേണ്ട, നമ്മൾ ചെയ്യുന്നത് ശരിയാകത്തില്ല, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് പോയി അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ അവരെ പറ്റി എന്നാ പറയുന്നത്? അവർ ഇരുവരും നിങ്ങൾ തമ്മിൽ യോജിച്ച് നിന്നു. എന്ത് കാര്യത്തിന് വേണ്ടിയാ? ഈ തിന്മ ചെയ്യാനായിട്ട്, ഈ കള്ളത്തരം ചെയ്യാനായിട്ട് അവരങ്ങ് ഒന്നിച്ചു.
ദൈവത്തിന് വിരോധമായിട്ട്. ചിലപ്പോൾ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പം ഒരാൾ നല്ല വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കാം. എന്നാലും ഭാര്യ ചിലപ്പോൾ എന്നാ പറയും, ഇതൊക്കെ എന്തിനാ വിട്ടുകൊടുക്കുന്നത്, നല്ല രണ്ട് പറയാൻ മേലായിരുന്നോ, നല്ലപോലെ സ്ക്രൂ കയറ്റി അങ്ങോട്ട് വിടും. സ്ക്രൂ കയറ്റി വിട്ട് കഴിയുമ്പം ഇങ്ങനെ ഭർത്താവ് പോയി ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെ ആകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. സഹോദരിമാർക്ക് ഒത്തിരി അതിനുള്ള ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട് അല്ലെ. തമിഴിൽ പറയും ആവതും പെണ്ണാലെ അളിവതും പെണ്ണാലെ എന്ന്. അതായത് ബിൽഡ് ചെയ്യുന്നതും അളിവുന്ന ഡിസ്ട്രോയ് ചെയ്യുന്നതും എല്ലാം പെണ്ണിന്റെ കയ്യിലാണെന്ന്. അവിടെ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ എപ്പോഴും ഈ ഡയലോഗ് മെസ്സേജ് കൊടുക്കുന്നവർ എപ്പോഴും പറയും ആവതും പെണ്ണാലെ അളിവതും പെണ്ണാലെ. അതുപോലെയാണ് അക്വില പ്രിസ്കില്ലയെ പറ്റിയും അനന്യ സഫീറയെ പറ്റിയും എലിസബത്ത് സക്രിയയെ പറ്റിയും എല്ലാം ചിന്തിക്കുമ്പോൾ പലവിധമായ ഉദാഹരണങ്ങൾ. ദൈവകാര്യത്തിനാണോ നമ്മൾ ഒന്നിക്കുന്നത്, അതോ തിന്മ ചെയ്യുവാൻ ദൈവത്തിന് വിരോധമായിട്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണോ എന്നത് നാം ചിന്തിച്ച് നോക്കേണ്ട കാര്യം. അപ്പം നമ്മുടെ ഹസ്ബൻഡിനെ, ഭർത്താവിനെ ശുശ്രൂഷയിലും ആത്മീയ ജീവിതത്തിലും നമ്മൾ കൈത്താങ്ങൽ കൊടുത്ത് സപ്പോർട്ടീവായി നിന്ന് അവരെ അതിൽ പ്രോത്സാഹിപ്പിച്ച് നിൽക്കുന്നവരായിട്ട് നാം കാണപ്പെടണം. ഇപ്പം നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് പല കാര്യങ്ങൾ കണ്ടു. അവർ പൂർണ്ണ അനുസരണമുള്ളവരായിരുന്നു, എല്ലാ കൽപ്പനകളിലും നീതിയുള്ളവരായിരുന്നു, കുറ്റമില്ലാത്തവരായിരുന്നു. അവർ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഒരുമിച്ചുള്ളവർ ആയിരുന്നു. അടുത്തതായിട്ട് അവിടെ നമ്മൾ കാണുന്നത് 7-ാമത്തെ വാക്യം, എലിസബത്ത് വന്ധ്യയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എലിസബത്ത് വന്ധ്യയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു. അപ്പൊ ഇവരെ പറ്റി ഇതിനു മുന്നേ വരെ വായിച്ചതല്ല എന്നാ, അവരുടെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് എത്ര ഹൈ ആയിരുന്നു, അവരുടെ ആത്മീയ ജീവിതം ബെസ്റ്റ് ആയിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഒരു കുറവ്, ദൈവം നോക്കുമ്പോഴല്ല, മാനുഷികമായിട്ട് നോക്കുമ്പോൾ. എന്നാൽ ദൈവം അത് എഴുതിയിട്ടുണ്ട്. എന്തിനാ അത് എഴുതിയിരിക്കുന്നത്? ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ദൈവം അവർക്ക് മക്കളെ കൊടുത്തത് കൊണ്ടോ ഈ ലോകത്തിൽ ചില ഒരു ബ്ലെസ്സിങ്സ് കൊടുത്തത് കൊണ്ടോ ദൈവം അവരെ ബ്ലെസ് ചെയ്തത് കൊണ്ടോ അല്ല അവർ ദൈവത്തെ പിൻപറ്റിയത്. They did not follow God for earthly blessings. മക്കൾ കൊടുക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണ്, റിവാർഡാണ്, ഒരു സംശയമില്ല. പക്ഷേ അതല്ല നമ്മുടെ ജീവിതത്തിലെ അൾട്ടിമേറ്റ് ഗോൾ, അതല്ല നമ്മുടെ ജീവിതത്തിലെ പരമോന്നതമായ ലക്ഷ്യം. ദൈവത്തെ അറിയുന്നതും ദൈവഭക്തിയായിട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പരമോന്നതമായ കാര്യം. അപ്പൊ ഇവർക്ക് ദൈവം ഇത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിലും ഇവരെങ്ങനെയുള്ളവരായിരുന്നു? ദൈവഭക്തിയായിട്ട് ജീവിക്കുന്നവരായിട്ട്. ഇവിടെയൊക്കെ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒത്തിരി പേര് ഭയങ്കരമായിട്ടുള്ള ഡിസ്കറേജ്മെന്റ്, ഭയങ്കരമായിട്ടുള്ള നിരാശയിലാണ് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളില്ല, പിന്നെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മീറ്റിങ്ങിന് പോലും വരാൻ അവർക്ക് ഇഷ്ടമില്ല, കാരണം എല്ലാവരും ചോദിക്കുന്നു. ഇപ്പൊ എലിസബത്തെ പറയുന്നുണ്ട്, എന്റെ നിന്ന ദൈവം എന്നാ ചെയ്തു? നീക്കി. തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ എത്രയോ നിന്നയും കഷ്ടമോ അപമാനമോ ഈ ഒരു വിഷയത്തിൽ സഹിച്ചു കാണും. അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാൻ നമുക്ക് നേരെയില്ലല്ലോ. യൂഹൂദന്മാരുടെ ആ കൾച്ചറിൽ തീർച്ചയായിട്ടും വളരെ വിഷമിച്ചു കാണും. ദൈവം അവരെ ശിക്ഷിക്കുന്നതാണെന്ന് എല്ലാവരും അന്ന് ഓർത്ത് കാണും. അങ്ങനെയാണല്ലോ അവർ ചിന്തിക്കുന്നത് അല്ലെ. ഒരു പാപം നിന്റെ ജീവിതത്തിലുണ്ട്, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്, നിന്നെ ദൈവം അടിക്കുകയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്തിട്ടുള്ളത്. എന്നാലും അതൊന്നും ദൈവത്തെ പിൻപറ്റുന്നതിൽ അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഈ ഒരു കുറവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്, ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നതിൽ, ഫുള്ളായിട്ട് അവരെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിൽ അവരൊട്ടും പുറകോട്ട് പോയില്ല. ദൈവം കുഞ്ഞിനെ തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ കാര്യത്തിൽ ഇങ്ങനെ ജീവിക്കും, ഇത്ര കറക്റ്റായിട്ട്. അവരെ പറ്റി ഒരു കുറ്റവും കുറവും പോലും പറയാൻ ആവശ്യമില്ലാതെ വണ്ണം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃകയായിട്ട് അവരെ കാണുവാനായിട്ട് നമുക്കിടയാകും. ദൈവം തരുന്ന അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ പിൻപറ്റുവാൻ നമ്മൾ നോക്കരുത്. ഇന്ന് ഒത്തിരി സഭകളുണ്ട്, പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലേ. ഇങ്ങോട്ട് വന്ന ഈ സഭയ്ക്ക് വന്ന ദൈവം അത് തരും, ഇത് തരും, നിന്റെ കടം പ്രശ്നമൊക്കെ തീരും, നിനക്ക് രോഗസൗഖ്യം കിട്ടും. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഓടി വരുക. യേശുക്രിസ്തു ഉള്ളപ്പോഴും അത്ഭുതങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും കൂടെ ഓടി അങ്ങ് വരും. പക്ഷെ ഈ ഉപദേശമൊക്കെ കേട്ട് കഴിയുമ്പോൾ അനേകർ എന്നാ ചെയ്തു? യോഹന്നാൻ 6 നമ്മൾ വായിക്കണം, കുറേ പേരങ്ങ് പിന്മാറിപ്പോയി. ഇത് കഠിനമായിട്ടുള്ള ഉപദേശം, ഇതെല്ലാം നമുക്ക് ഒത്തുവരത്തില്ല. നമുക്ക് ഈ മിറക്കിൾസ് ഒക്കെ വേണം, പക്ഷെ ഈ ഡോക്ടറിനൊന്നും വേണ്ട. ഇങ്ങനൊക്കെ നടക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒക്കത്തില്ല. ഇന്ന് ഒത്തിരി പേര് അങ്ങനെ നടക്കുന്നത്. ദൈവം എന്ത് തരും, ദൈവം എന്ത് തരും, അതിനനുസരിച്ച് നമ്മൾ വരുന്നു. സഭയ്ക്ക് വരുന്നതും അതിനനുസരിച്ചാണ് ഒത്തിരി പേര്. ഇവിടുത്തെ കാര്യം എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷെ നമ്മുടെ സഭകളിലും കൂടെ ഒത്തിരി പേര് അങ്ങനെ ഉള്ളവരുണ്ട്. ഞായറാഴ്ച പ്രസന്റ് ആയിരിക്കും, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ വിട്ട് ദൂരമായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്.
കാരണം എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല. ഞാൻ എത്ര നാളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെ എൻ്റെ മോടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെ വിസ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതാണല്ലോ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ദൈവം എൻ്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്കിതൊന്നും വലിയ കാര്യമല്ല, ദൈവത്തിന്റെ കാര്യങ്ങളിലൊന്നും എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ പറയും ഉദാഹരണമായിട്ട്, അതായത് ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ എന്നാ വരാം സിസ്റ്റർ, എനക്കാകെ ജോബ് പണ്ടുങ്ക ഒരു കുളന്ത പിറന്ന ചർച്ചയ്ക്ക് വരാം. ഒരു കുഞ്ഞുണ്ടായാൽ എന്നാ ചെയ്യും? ചർച്ചിൽ ഞങ്ങൾ വരും. പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നോക്കണം. അയ്യോ ഇതിനെ കൊണ്ട് എങ്ങനെ ഇനി ചർച്ചയിൽ വരുന്നത്, ഇത് കരയുന്നു, ഭയങ്കര പ്രശ്നം അത് അല്ലേ പറയും. ഇപ്പൊ ഞങ്ങൾക്ക് നടന്നു വരാം, ഒരു സൈക്കിളെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ ചെയ്യാം, വരാം. അല്ലെങ്കിൽ പിന്നെ സൈക്കിൾ കിട്ടുമ്പോൾ എന്നാ പറയും, ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ കൊച്ചിനെ കൊണ്ട് എങ്ങനെ സൈക്കിളെ വരുന്നത്, ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ അതേ കയറിയെങ്കിലും വരായിരുന്നു. ഇപ്പൊ സ്കൂട്ടറൊക്കെ പോയി, എല്ലാവർക്കും കാറായി. ഇപ്പൊ കാർ പാർക്ക് ചെയ്യാൻ ഇപ്പൊ സഭയിൽ ഇടയില്ല. അതാണ് ഇപ്പൊ പുതിയ പ്രശ്നം. ഇങ്ങനെ ദൈവം എന്ത് കൊടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവത്തെ പിൻഗമിക്കാനിരുന്നാൽ ഒരിക്കലും അത് നടക്കത്തില്ല. ദൈവം ആരായിരിക്കുന്നു, ദൈവം എന്നിൽ നിന്ന് എന്നെ പ്രതീക്ഷിക്കുന്നു, ഇത് മനസ്സിലാക്കി നാം ദൈവത്തെ പിൻഗമിക്കണം. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നു, ഇവരൊരിക്കലും ഇതിനു വേണ്ടിയല്ല ദൈവത്തെ പിൻഗമിച്ചത്. കാരണം അവരത്ര നല്ല ജീവിതം ജീവിച്ചു. അടിയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ദൈവമായിരുന്നു മെയിൻ, ആ കുഞ്ഞിനേക്കാൾ. പക്ഷെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 13-ാം വാക്യത്തില് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് സെക്കറിയാവിനോട് ദൂതൻ പറയുന്നു. അപ്പൊ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുമില്ല, ഒന്നുമില്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സമയത്താണ് ദൈവം അതിന് ഉത്തരം കൊണ്ടുവന്ന്. ദൈവം യെസ്സോ നോ പല രീതിയിലായിരിക്കും. ദൈവം ഈ കുഞ്ഞിനെ കൊടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല, പക്ഷെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അല്ലെ? അതുപോലെ തന്നെ ഈ വാക്യത്തിൽ അതിന്റെ മറുവശവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരിങ്ങനെയൊക്കെ നടന്നിട്ടും അവർക്ക് കുഞ്ഞില്ലായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഓർക്കും ദൈവ വഴി നടക്കുന്നവർക്ക് എല്ലാ കാര്യവും മാനസികമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നടക്കും. ദേ വർ ഫെയ്ത്ത്ഫുൾ യെറ്റ് ദേ ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. ഈ വാക്യം വായിക്കുമ്പോൾ അങ്ങനെയാണ് കൂടുതൽ തോന്നുന്നത്, അല്ലെ? ഇരുവരും ഇങ്ങനെ നടന്നു, പക്ഷേ എലിസബത്തിന് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നടന്നിട്ടും എന്നാ ഇല്ലായിരുന്നു, കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദൈവം നോക്കുമ്പം നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങളാണ് ദൈവം ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. മനുഷ്യനെ നോക്കുമ്പം ആ കുഞ്ഞുങ്ങളില്ലായിരുന്നു, അതായിരിക്കും മെയിനായിട്ട് കാണുന്നത്. പക്ഷെ ദൈവം നോക്കുമ്പോൾ അവർ ഫെയ്ത്ത്ഫുൾ ആയിട്ട്, അവർ വിശ്വസ്തരായിട്ട് നടന്നു. വിശ്വസ്തരായിട്ട് നടക്കുന്ന എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അല്ലെ? വിശ്വസ്തരായിട്ട് നടക്കുന്ന എല്ലാവരുടെയും പിള്ളേർ ഈ രീതിയിൽ എത്തണം. എല്ലാവർക്കും ഇന്ന ടൈമിൽ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കണം, അല്ല? എത്രയോ പരീക്ഷണങ്ങൾ, എത്രയോ കഷ്ടങ്ങൾ, എത്രയോ എതിർപ്പുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, മരണങ്ങൾ എല്ലാം വിശ്വസ്തരായിട്ട് നടക്കുന്നവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നു. അപ്പൊ വിശ്വസ്തരായിട്ട് നടക്കുന്നു എന്നുള്ളതിന്റെ അടയാളമല്ല ഇത്. വിശ്വസ്തരായിട്ട് നടന്നാലും ചില കാര്യങ്ങൾ ദൈവത്തിന്റെ തീരുമാനപ്പടി, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് ദൈവം നടക്കും. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ ചിന്തിച്ചത്. ദൈവത്തെ അവര് അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തെ പിൻപറ്റി വന്നില്ല. രണ്ടാമത്, അവർ ദൈവത്തെ പിൻപറ്റി വന്നവരാണെങ്കിലും അവർക്ക് ചില പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ദൈവത്തിനെ ഇത്രത്തോളം സേവിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടം, എന്തുകൊണ്ട് ഈ രോഗം, എന്തുകൊണ്ട് ഈ എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ മിനിസ്ട്രിയിൽ ഇത്ര കഷ്ടപ്പാട്, നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. പക്ഷെ ഇവരെ നമ്മൾ ഓർക്കണം, ദൈവം ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുവദിച്ചു, പക്ഷെ അത് അവരുടെ സ്പിരിച്വൽ ലൈഫിനെ ഒട്ടും നെഗറ്റീവായിട്ട് ബാധിച്ചില്ല. അവരെപ്പോഴും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയായിരുന്നു. ആ ശുശ്രൂഷ അവർ തുറന്നുകൊണ്ടേയിരുന്നു എന്നത് നമുക്കവിടെ കാണുവാനായിട്ട് എത്തിക്കും. അടുത്തതായിട്ട് എലിസബത്തിനെ പറ്റി, പിന്നെ ആ ഭാഗം നമുക്കറിയാം, സക്കറിയാവിന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എലിസബത്തിനെ പറ്റി തുടർന്ന് ചിന്തിക്കുകയാണെങ്കിൽ 39-ാം വാക്യത്തിലോട്ട് വരാം. ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. മറിയ ഗർഭിണിയാകുന്നു, എലിസബത്തും ഗർഭിണിയാണെന്ന് ദൈവദൂതൻ മറിയോട് പറയുന്നു. അത് കഴിഞ്ഞ് 39-ാമത്തെ വാക്യത്തിൽ, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലൊരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് സക്കറിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. അപ്പൊ മറിയ, ഈ കാര്യം നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. മറിയ ഒരു ചെറിയൊരു പെൺകുട്ടിയാണ്. അത് എവിടെ ഇരിക്കുന്ന ചില പിള്ളേരുടെ ഒക്കെ അത്രയേ ഉള്ളൂ, ഒരു 10, 13, 14 വയസ്സ് അത്രേ കാണത്തുള്ളൂ. ആ പെൺകുട്ടി പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുന്നെന്ന് അറിഞ്ഞ് ആ നാളുകളിൽ തന്നെ മറിയ എന്നാ ചെയ്യുന്നത്, എലിസബത്തിന്റെ ന്യൂസ് പറഞ്ഞു. കാരണം ഭയങ്കര സന്തോഷ വാർത്തയാണ്. ദൈവദൂതൻ പറയാണ് 6 മാസം, ഇത്രയും നാളായിട്ട് എലിസബത്തിന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഉടനെ അവള് ബന്ധപ്പെട്ട് എന്നാ ചെയ്യുന്നത്, എലിസബത്തിന്റെ വീട്ടിലോട്ട് ഓടിപ്പോവാണ്. അപ്പൊ എലിസബത്തിനെ പറ്റിയാണല്ലോ നമ്മുടെ മെസ്സേജ്. അതുകൊണ്ട് എലിസബത്തിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വേഗം വേറൊരാൾക്ക് ഓടി വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു എലിസബത്തിന്റെ വീട്, അല്ലെങ്കിൽ എലിസബത്തിന്റെ ജീവിതം. someone could just run to her. She was an encourager. എലിസബത്തിന്റെ അടുത്തോട്ട് ഫ്രീ ആയിട്ട് എനിക്ക് എന്നാ ചെയ്യാം, കടന്നു ചെല്ലാം. അവർ തമ്മിൽ റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, അവർ തമ്മിലുള്ള അടുപ്പം. Mary could just
റൺ ടു എലിസബത്ത്. ഒരു ദൈവഭക്തിയുള്ള സഹോദരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്ത. അപ്പൊ മറിയ ഗർഭിണിയാണ്. ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പറയും, എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഓടി അമ്മ വീട്ടിൽ പോകും. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ പെമ്പിളാരെ വഴക്ക് പറയും, എന്തിനാ ഓടി അമ്മ വീട്ടിൽ? ഒരു ചെറിയ വഴക്കുണ്ടായാൽ മതിയോ, അല്ലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി, ഉടനെ പിണങ്ങിയോ അല്ലെ എന്തൊരു കാര്യം മതി, ഓടി അമ്മ വീട്ടിൽ പോകും, അമ്മ വീട്ടിൽ പോരെ, അങ്ങനെ പറയും. അപ്പൊ ഈ അമ്മ വീട്ടിൽ കൂടെ ഓടിപ്പോകാതെ, അവൾ കുറച്ച് ദിവസം കൂടെ അമ്മ വീട്ടിൽ നിൽക്കണമെന്നല്ല ഓർക്കുന്നേ. അമ്മ വീട്ടിൽ പോകുന്നോണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഇവൾക്ക് അതിനേക്കാൾ ഉത്സാഹം എങ്ങോട്ട് പോകാനാ? എലിസബത്തിന്റെ വീട്ടിൽ പോകാനാ. കാരണം എലിസബത്തിന് ഒരു നല്ല കാര്യമുണ്ട്, ആത്മീയമായിട്ട് അവർ തമ്മിലുള്ള ബന്ധവും കൂടെയാണ് അത് കാണിക്കുന്നത്. ഒരു ഫസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസി അല്ലെ, ഫസ്റ്റ് ഉള്ള ആ 3 മാസം ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എല്ലാവർക്കും അത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും, ഏറ്റവും കഷ്ടമുള്ളതായിരിക്കും. ആ സമയമൊക്കെ എലിസബത്തിന്റെ അടുത്ത് പോയി നിൽക്കാനാണ് ഈ മറിയയ്ക്ക് ഇഷ്ടം. അപ്പൊ എലിസബത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. എന്ത് നല്ല ഒരു അമ്മച്ചിയായിരുന്നു. അമ്മച്ചിയാണല്ലോ അല്ലെ, എത്ര വയസ്സായി കാണും ഇപ്പം. നല്ല ഒരു അമ്മച്ചി, 60, 70, 80 വയസ്സുള്ള അമ്മച്ചിയായിരിക്കും. നല്ല ഒരു സ്വീറ്റ് അമ്മച്ചി ആയതുകൊണ്ടാണ് മറിയ എന്നെ ഓർക്കുന്നത്, ഈ അമ്മച്ചിയുടെ അടുത്ത് പോയി കുറച്ച് ദിവസം താമസിക്കാം. എന്തൊരു സന്തോഷമാണല്ലേ. അപ്പൊ അതുപോലെ അവിടെ എത്തി എലിസബത്തിനെ വന്നിച്ചു. വേറൊരു കാര്യമുണ്ട്, എലിസബത്തും ആരെങ്കിലും വരുമോന്ന് ഓർത്തിരിക്കുക. കാരണം എന്നാ, മിണ്ടാൻ ആരും ഇല്ല. അപ്പച്ചന് മിണ്ടാൻ മേലല്ലോ. ഈ അമ്മച്ചി ആരോടെ വർത്താനം പറയുന്നേ? അമ്മച്ചി കുറെ ദിവസമായിട്ട് 6 മാസമായിട്ട് കാത്തിരിക്കുക, എന്നോട് കുറച്ചു നേരം മിണ്ടാൻ ആരെങ്കിലും കിട്ടും. അത് മാത്രമല്ല, എലിസബത്ത് ഒളിച്ച് താമസിക്കുമായിരുന്നു. അത് 1-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. 5 മാസം 25-ാം വാക്യത്തിലുണ്ട്. 5 മാസം ഒളിച്ചു പാർക്കും. ഒളിച്ചു പാർക്കുമ്പോ എല്ലാവരോടും മിണ്ടാനൊക്കുവോ? ഏതോ പെട്ടെന്ന് ആ ഷെയിമൊക്കെ ഒരു നിന്നെ ദൈവം നീക്കി, എന്നാൽ ആരോടും പെട്ടെന്ന് ഈ ന്യൂസ് പറയാൻ ആഗ്രഹിച്ചില്ല. ഒളിച്ചു പാർക്കുക. അപ്പച്ചന് മിണ്ടാനും മേലെ. ഈ അമ്മച്ചി എന്ത് വിഷമിച്ച് കാണും അല്ലെ. നമുക്കൊക്കെ മിണ്ടാതിരിക്കാൻ ഒക്കുവോ? എല്ലാ കാര്യങ്ങളും നമ്മൾ ആരോടും പറയുമ്പോഴാ നമുക്ക് റിലീഫ് ആകും. അല്ലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഹസ്ബൻഡ്സ് അത്രയും മിണ്ടുകയല്ല അല്ലെ, പെണ്ണുങ്ങളല്ലേ എപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത്. ഈ അമ്മച്ചി 6 മാസമായിട്ട് അപ്പച്ചൻ മിണ്ടത്തില്ല, 5 മാസമായിട്ട് ഒളിച്ചു താമസിക്കുന്നു. അപ്പോഴാണ് ഈ മറിയ അങ്ങോട്ട് വരുന്നത്. എന്തൊരു സന്തോഷം മറിയെ കാണുമ്പോൾ, 2 പേർക്കുള്ള ആ സന്തോഷം. മറിയ തന്റെ ജീവിതത്തിൽ ഓടിപ്പോകാൻ ഒരു സ്ഥലമായിട്ട് എലിസബത്തിന്റെ വീട് കണ്ടെത്തി. അല്ലെങ്കിൽ എലിസബത്തിന്റെ ഗുണമാണ് അത് കാണിക്കുന്നത്. നല്ലൊരു എൻകറേജർ, നല്ലൊരു അമ്മ, നല്ലൊരു അമ്മച്ചിയായിട്ട് ഇരുന്നു. അത് മാത്രമല്ല, വേറെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, മറിയയ്ക്ക് അത്ഭുതമായിട്ടുള്ള ഒരു ഗർഭമാണ് അല്ലെ, അത്ഭുതമായിട്ടുള്ള മിറക്കുലസ് കൺസെപ്ഷൻ. എലിസബത്തിന് ഒരു തരത്തിൽ എന്ത് തന്നെയാണ്, അത്ഭുതമായിട്ട്. എനിക്കൊരു മിറക്കുലസ് കൺസെപ്റ്റ്, അതായത് ഞാൻ അത്ഭുതകരമായി ഇങ്ങനെ ഗർഭിണിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അന്നത്തെ കാലത്ത് മറിയെ കൊല്ലാനും അത് മതി അല്ലെ, മോശയുടെ ന്യായപ്രമാണത്തിൻപടി മരിക്കാനും അത് മതി. അവളെ വ്യഭിചാരം ചെയ്ത് അങ്ങനെ അവളെ കൊല്ലപ്പെടുത്താനും അത് മതി. പക്ഷെ ആർക്ക് മനസ്സിലാകും? എലിസബത്തിന് മനസ്സിലാകും. അവർക്കും ഒരു അത്ഭുതം എന്നാ നടന്നിരിക്കുക. അതുപോലെ തന്നെ മറിയ പറയുക, ഒരു ദൈവദൂതൻ വന്ന് എന്നോട് ഇങ്ങനെ അങ്ങ് സംസാരിച്ചു. ദൈവദൂതൻ എന്നോട് സംസാരിക്കാൻ, അതും ഒരു കൊച്ചു പെണ്ണിനോട്. ഇത് വല്ലവർക്കും മനസ്സിലാവുമോ? ഇപ്പൊ ഇവരാരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഇപ്പൊ ബൈബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇല്ലെന്ന് നമ്മൾ പറയും. അന്നും ഒരു കാര്യം ചിന്തിക്കണം, 400 വർഷം ദൈവം ദൈവജനങ്ങളോട് സംസാരിച്ചില്ല. ചിലർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. മലാക്കി പുസ്തകം എഴുതി തീർത്തതിന് അടുത്ത് 400 വർഷം ദൈവം എന്തോ ചെയ്തില്ല, തന്റെ ജനങ്ങളോട് സംസാരിച്ചില്ല. 400 സൈലന്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ഇന്റർ ടെസ്റ്റ്മെന്റൽ പീരീഡ് എന്ന് പറയും. 400 വർഷം കഴിഞ്ഞ് ദൈവം തീരുമാനിച്ചു ദൈവത്തിന്റെ ദൂതനെ അയച്ച് സക്രിയാവിനോട് ഒരു കാര്യം പറയാമെന്ന്. അപ്പൊ ഇത്രയും ദൈവം സംസാരിക്കാതിരിക്കുന്ന കാലത്ത് ദൈവം പോയി സക്രിയാവിനോട് ആദ്യമായിട്ട് സംസാരിക്കുന്നു, ദൈവദൂതനെ അയച്ച്. അപ്പം അടുത്തത് മറിയയോട്. അപ്പൊ മറിയ പറയുക, ദൈവദൂതൻ എന്നോട് സംസാരിച്ചു. ആർക്കും മനസ്സിലാകുകയല്ല, പക്ഷെ സക്രിയാവിനും എലിസബത്തിനും മനസ്സിലാകും, ദൈവദൂതൻ അവരോടും സംസാരിച്ചായിരുന്നു. അപ്പൊ അവരുടെ ആത്മീയമായിട്ടുള്ള അവരുടെ ഐക്യത്തെ ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക. ദൈവ വഴിയിൽ നടക്കുന്ന ദൈവഭക്തരെ ദൈവം തെരഞ്ഞെടുത്ത് പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപോലെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേരും ഗർഭിണിയായിരിക്കുന്നു, 2 പേരും അത്ഭുതകരമായ രീതിയിൽ ഗർഭിണികളായിരിക്കുന്നു. 2 പേരുടെ കുടുംബത്തിലും ദൈവദൂതൻ സംസാരിച്ചിരിക്കുന്നു. യോസേഫിനോടും പിന്നെ ദൈവദൂതൻ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ദൈവം അവരോട് ഇടപെടുന്നത്? 400 വർഷം ദൈവം മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് ഇവരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്, സക്രിയായെയും എലിസബത്തിനെയും മറിയായെയും യോസെഫിനെയും. എത്രയോ അത്ഭുതകരമായ ഒരു കാര്യം. ദൈവഭക്തിയുള്ള കുടുംബത്തിന് കിട്ടുന്ന ഓരോരോ ഭാഗ്യങ്ങളാണ് ദൈവം അവരോട് സംസാരിക്കും. അങ്ങനെ ഒരു കുടുംബമായതുകൊണ്ടാണല്ലോ മറിയ ഓടി വന്ന് ഈ അമ്മച്ചിയുടെ കൂടെ താമസിക്കുന്നത്. ഇത്രയും നാളും മിണ്ടാൻ ആളില്ലാത്ത അമ്മച്ചിക്കും ഭയങ്കര സന്തോഷം. ഒന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അമ്മച്ചിക്കും വയ്യ, മറിയായ്ക്കും വയ്യ, എന്നാൽ അവരുടെ ആത്മീയ സന്തോഷമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മളും മറ്റ് സഹോദരിമാരെ ഉത്സാഹിപ്പിക്കുന്നവരായി കാണപ്പെടുന്നുണ്ടോ? മറ്റുള്ളവരുടെ കുടുംബങ്ങളെ, മറ്റുള്ളവരുടെ മാരേജ്, ആർ വി ബിൽഡിംഗ് ദ മാരേജ് ഓഫ് അതേഴ്സ്?
മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നമ്മൾ എടുത്തു കെട്ടുന്നവരായിട്ടുണ്ടോ, അതോ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ താഴ്ത്തി കെട്ടുന്നവരായിട്ടാണോ കാണപ്പെടുന്നത്? അടുത്ത് നമ്മൾ വായിക്കുമ്പം എലിസബത്തിന്റെ റെസ്പോൺസ്, ഓക്കെ, 41 മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നടന്നുമായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന് മാതാവ് എന്റെ അടുക്കൽ വരുവാൻ ഈ ബഹുമതി എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിലുണ്ടപ്പോൾ ശിശു എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. എലിസബത്ത് ഒരു ദൈവഭക്തിയുള്ള സ്ത്രീക്കുള്ള ഗുണം ഇവിടെ കാണുന്നത്, എൻ്റെ ഒരു പോയിന്റ് എന്നാന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിൽ സന്തോഷിക്കാനുള്ള ഒരു കഴിവ്. അത് ആത്മീയർക്ക് മാത്രമേ കഴിയത്തുള്ളൂ, സ്പിരിച്വലി മെച്യൂർ ആയിട്ടുള്ളവർക്കേ കഴിയത്തുള്ളൂ. ടു റിജോയ്സ് ഇൻ ദ ഗുഡ് തിങ്സ് ഓഫ് അതേഴ്സ് ലൈഫ്. റോമർ 12:15 നമ്മൾ വായിക്കുന്നുണ്ട്. റോമർ 12:15 സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കണം, ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖിക്കണം. ചിലപ്പോൾ ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. അയ്യോ, ഒരു വീട്ടിൽ മരണം ഉണ്ടായി, നമ്മൾ ആ പോയ ദുഃഖം പങ്കിടുമ്പോൾ നമുക്കും ആ ഒരു ഫീലിംഗ് വേഗം ട്രാൻസ്ഫർ ആകും. പക്ഷെ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ എല്ലാവർക്കും കഴിയത്തില്ല. സത്യമല്ലേ ഞാൻ പറയുന്നത്? നമ്മുടെ വീട്ടിൽ നടക്കാത്ത ചില നല്ല കാര്യങ്ങൾ വേറൊരാൾക്ക് നടക്കുമ്പോൾ നമ്മൾ എന്തോരം സന്തോഷിക്കുന്നു, അല്ലെ? നമ്മുടെ മിനിസ്ട്രിയിൽ കിട്ടാത്ത ഒരു റിസൾട്ട് വേറൊരാൾക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്തോരം സന്തോഷിക്കുന്നു, അല്ലെ? നമ്മുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് വരുമ്പോൾ നമ്മുടെ സഭയിൽ 2-3 പിള്ളേരുണ്ട്, നമ്മുടെ പിള്ളേരെക്കാളും നല്ല മാർക്ക് വേറൊരാൾക്ക് കിട്ടിയാലേ നമുക്ക് എന്തോരം കുശുമ്പുണ്ടാകും, അല്ലേ? എന്തോരം അസൂയ ഉണ്ടാകും. അപ്പൊ എല്ലാ കാര്യങ്ങളും, കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സ്കൂളിലോ ജോലി സ്ഥലങ്ങളിലോ സമുദായത്തിലോ എല്ലാം മറ്റുള്ളവരുടെ കൂടെ സന്തോഷിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയാറില്ല. നമ്മൾ 1 Corinthians 13 കൂടെ നമ്മൾ സ്നേഹത്തെ പറ്റി വായിക്കുമ്പോൾ സ്നേഹം എങ്ങനെയാണ്? ഡിലൈറ്റ്സ് ഇൻ ട്രൂത്ത്, സത്യത്തിൽ സന്തോഷിക്കുന്നു. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. നിറയെ നേരം നമ്മൾ എപ്പോഴാണ് സന്തോഷിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും ഒരു അടി കിട്ടിയ ഉടനെ അവർക്ക് അങ്ങനെ തന്നെ വേണമായിരുന്നു, ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, അവരന്ന് അങ്ങനെ ചെയ്തതല്ലേ, അവർക്ക് ഇത് കിട്ടിയത് നന്നായി, നമ്മൾ ഹാപ്പിയായി. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ റെസ്പോൺസ് ഉള്ളത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പൊതുവിൽ നമുക്ക് സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ല. ദി ഗോഡ്ലി വുമൺ, ദൈവഭക്തി കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ അലങ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം പിള്ളേരുടെ ജീവിതത്തിൽ കൂടെ ചില സന്തോഷം നടക്കുമ്പോൾ ചില അപ്പനമ്മമാർക്ക് അത് പിടിക്കുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ മോനും മരുമോള് സന്തോഷമായിട്ടിരിക്കുന്നു, എത്ര അപ്പനമ്മമാർ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്, അതുപോലെ സഹിക്കാൻ പറ്റാത്ത പേരൻസ് വരെ ഉണ്ട് ഇക്കാലത്ത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ആർക്കെങ്കിലും നടന്നു, നാത്തൂനോ അളിയനോ ആർക്കെങ്കിലും നല്ല കാര്യം നടന്ന എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒരു കൊച്ചാക്കി കാണുന്ന, അല്ലെ പുച്ഛിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ എലിസബത്തിന്റെ സന്തോഷം നോക്കണം. എലിസബത്തിന് എത്ര വയസ്സുണ്ട്? വലിയൊരു അമ്മച്ചിയാ, സ്പിരിച്വലി എത്ര വർഷം മിനിസ്ട്രി ചെയ്ത ഒരു അമ്മച്ചി. ഇതൊരു കൊച്ചു പെങ്കൊച്ച, ടീനേജ് ഗേളാ. ആ കൊച്ചു പെങ്കൊച്ചിനെ അങ്ങ് പുകഴ്ത്തി പറയാണ്, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പുകഴ്ത്തി പറയാണ്. അത് മഷിഹായാന്ന് അറിഞ്ഞു തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ ലോർഡ്, കർത്താവേ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ലോർഡ് എന്ന വാർത്ത, കർത്താവ് എന്ന വാർത്ത എന്ന വേർഡ്, തമിഴാണ് വാർത്ത എന്നുള്ളത്, വേർഡ്. ആ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എലിസബത്ത. യേശു ക്രിസ്തുവിന് കർത്താവ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആരാ? എലിസബത്ത. എലിസബത്തിന് എങ്ങനെ മറിയ ഗർഭിണിയാണെന്നറിയാം? ആര് പറഞ്ഞു? മറിയ പറഞ്ഞില്ല. മറിയയുടെ വന്ദനം കേൾക്കുമ്പോഴേ അവിടെ വർത്താനം തുടങ്ങി അമ്മച്ചി. അപ്പൊ ഇതാര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കാണും, അല്ലെ ദൈവദൂതം പറഞ്ഞു കാണും, നമ്മൾ അറിയുന്നില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കാണുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നു എന്തോരൊരു സന്തോഷം. അപ്പൊ അതോടെ ചേർന്ന് അടുത്ത പോയിന്റും കൂടെ പറയട്ടെ. ഷി വാസ് എ വുമൺ ഓഫ് പ്രെയർ ആൻഡ് പ്രൈസ്. സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു എലിസബത്ത്. നമ്മുടെ സമയം വേഗത്തിൽ പോകുന്നു, വേഗം പറഞ്ഞു പോട്ടെ. സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു എലിസബത്ത്. പ്രായമുള്ള സ്ത്രീകളൊക്കെ, മുതിർ വയതുള്ള സ്ത്രീകളെ, വയസ്സ് മുതിർന്നവരൊക്കെ എങ്ങനെ ചെയ്യണമെന്നാണ് തീത്തോസിന്റെ ലേഖനം 2ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഏഷണി പറയാത്തവരായിട്ട് ഇരിക്കണം. അവരെന്തോ പറയണം? ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളെ പഠിപ്പിക്കണം, ദൈവകാര്യം പഠിപ്പിക്കുന്നവരായിട്ടിരിക്കണം, ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ടിരിക്കണം. അതുപോലെ ചെറുപ്പക്കാരികളായിട്ടുള്ള വിധവമാരെ പറ്റി പറയുമ്പോഴും അരുതാത്തത് 1 തിമോത്തിയോസ് 5:13 അരുതാത്തത് സംസാരിക്കരുത്, പരകാര്യങ്ങൾ ഇടപെടരുത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ 2 സഹോദരിമാർ, ഇവർ 2 പേരും ഒത്തുചേരുകയാണ്. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പല കാര്യങ്ങൾ അറിഞ്ഞ് അവർ വരുമ്പം അവരുടെ സംസാരമല്ല എന്നാ, ദൈവത്തെ സ്തുതിക്കുകയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സന്തോഷമുള്ള സഹോദരിയായിരിക്കണം ദൈവഭക്തിയുള്ള സഹോദരി. അപ്പൊ എലിസബത്ത് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്നവളായിരുന്നു. അടുത്തതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവളായിരുന്നു.
ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെന്ന് ഈ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. എൻ്റെ ഭാഗ്യം. എലിസബത്ത് പറയാ, ഇതൊക്കെ എൻ്റെ ബഹുമതി, ഇതെല്ലാം എൻ്റെ ഭാഗ്യമാണ് നീ എൻ്റെ അടുത്ത് വന്നത്. നമ്മളാണ് എന്തോ പറയും, ഇത് വരുന്നുണ്ട്, ഇപ്പൊ വലിയ ആളായിപ്പോയി, എന്നാ യേശുവിൻ്റെ അമ്മയാകാൻ പോവാ, മസിയയുടെ അമ്മയാകാൻ പോവാ. എൻ്റെ മോൻ ഇങ്ങനെ മുന്നോടിയായിട്ട് പോകുന്നേ ഉള്ളൂ, ഇവരുടെ മോനാ ഇച്ചിരൂടെ. യോഹന്നാന് വലിയ പദവിയാണ്, ഇത് അതിനേക്കാളും മേളില. അപ്പൊ അമ്മച്ചിക്ക് ചിലപ്പം സ്ത്രീകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, എന്നാ വേഗം അസൂയ വരും അല്ലേ. നിങ്ങൾക്ക് ആർക്കും വരത്തില്ലേ? വരും. അപ്പൊ വേഗം നമുക്ക് അസൂയ വരും. പക്ഷെ ആ അസൂയ നമ്മൾ എന്തോ ചെയ്യണം? ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് ഉടനെ നമ്മൾ അതിനെ അടക്കണം. എനിക്കും അസൂയ വരും. അപ്പൊ എന്നാ ചെയ്യണം? ദൈവമേ, എനിക്കിങ്ങനെ ചിന്തകൾ വരുന്നുണ്ട്, ദൈവമേ എന്നെ സഹായിക്കണേ, അത് അടക്കുവാൻ. നീ അവർക്ക് ചെയ്ത നന്മയിൽ സന്തോഷിക്കാൻ എന്നെ സഹായിക്കണേ. എങ്ങനെ ഈ അസൂയ അടക്കാനായിട്ട് കഴിയും? ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പാത വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുമ്പോഴേ അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. എലിസബത്ത് മനസ്സിലാക്കി, എനിക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് യോഹന്നാൻ സ്നാപകനെ വളർത്താനായിട്ടാണ്, മറിയായിക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് മെശിഹായുടെ അമ്മയായിട്ടിരിക്കാനാണ്. എനിക്കും നിനക്കും ഉള്ള പാത ദൈവം തിരഞ്ഞെടുത്തത് വ്യത്യാസമാണ്. വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ പാത്ത് ഗോഡ് ഹാസ് ചോസൺ ഫോർ യു, യു വിൽ ബി കണ്ടന്റ്. ദൈവം നമുക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന പാത മനസ്സിലാക്കിയാൽ തൃപ്തിയുള്ളവരായിട്ട് നമ്മൾ കാണപ്പെടും. അപ്പം അതുകൊണ്ടാണ് എലിസബത്ത് ഇത്രയും പോസിറ്റീവായിട്ട് ഇതെന്റെ ഭാഗ്യമാന്നൊക്കെ പറയുന്നത്. ചുമ്മാ പറയല്ല, ആ ബേബിയെ എന്നാ ചെയ്യുക, അങ്ങ് തുള്ളി കൊതിക്കുക, തുള്ളി ചാടുക കുഞ്ഞുകൂടെ. കാരണം അമ്മയുടെ സന്തോഷം അത്രത്തോളായിരുന്നു. ഈ കൊച്ചു പെണ്ണിനെ ഒന്നും ഞാൻ പുകഴ്ത്താൻ പോകുന്നില്ല, ഞാൻ കുറച്ച് വെയിറ്റ് ഇട്ടിരിക്കാന്നൊന്നും ഈ അമ്മച്ചി ഓർക്കുന്നില്ല. ഭയങ്കര സന്തോഷം. എൻ്റെ മോളെ, നിനക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയല്ലോ, എനിക്ക് ഈ ഭാഗ്യം കിട്ടിയല്ലോ. വളരെ സന്തോഷമാണ്. ബിക്കോസ് ഒരാളെ എന്നാ ചെയ്യുന്നില്ല, കമ്പയർ ചെയ്യുന്നില്ല, താരതമ്യം ചെയ്യുന്നില്ല. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായി, എല്ലാം നമ്മൾ താരതമ്യം ചെയ്യും. 2 സാരി എടുത്തുകൊണ്ട് വന്നാലും എന്നാ ചെയ്യും? താരതമ്യം ചെയ്യും. പിള്ളേരെ താരതമ്യം ചെയ്യും. വീട്ടിനകത്ത് ഒരേ കുടുംബത്തിലുള്ള പിള്ളേരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യും. പിന്നെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മിനിസ്ട്രി, എല്ലാ കാര്യങ്ങളും താരതമ്യം ചെയ്ത് നമ്മൾ അങ്ങ് നിരാശയിലോട്ട് പോവാണ്, അല്ലെ അസൂയപ്പെടുന്നവരായിട്ടോ അല്ലെ നിഗളിക്കുന്നവരായിട്ടോ നമ്മൾ മാറും. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല. ഇവരുടെ ഇടയിൽ ഒരു ഈഗോ ഒന്നുമില്ല. ഭയങ്കര ഹാപ്പി. കാരണം ഇത് സ്പിരിച്വലാണ്, ആത്മീയമായിട്ടുള്ള ഒരു സഹോദരിയായിരുന്നു എലിസബത്ത്. അതുകൊണ്ട് സന്തോഷിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് 45-ാം വാക്യത്തില്, കർത്താവ് തന്നോട് അരുളി ചെയ്ത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയായ വിശ്വാസത്തിലും എന്നാ ചെയ്യുക? ശക്തിപ്പെടുത്തുക. നീ ഇത് വിശ്വസിച്ചല്ലോ, നീ ഒരു ഭാഗ്യവതിയാന്ന് പറഞ്ഞ് മറിയയെ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ അവളെ ധൈര്യപ്പെടുത്തുകയാണ്. അപ്പം ഒരു ദൈവഭക്തിയുള്ള സ്ത്രീ സ്തുതിക്കുന്നവളായിട്ടും ദൈവത്തെ മഹിമപ്പെടുത്തുന്നവളായിട്ടും മറ്റുള്ളവരോട് അസൂയപ്പെടാത്തവളായിട്ടും എന്നാ ചെയ്യണം? കാണപ്പെടണം. എബ്രായർ 12 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് നിയമിച്ചിരിക്കുന്ന ഓട്ടത്തിൽ സ്ഥിരതയോടെ ഓടണം. ഇംഗ്ലീഷ് ബൈബിളില് റൺ ദ റേസ് ദാറ്റ് ഇസ് സെറ്റ് ബിഫോർ യു. നിനക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ട്രാക്കിൽ എന്നാ ചെയ്യണം? സന്തോഷത്തോടെ ഓടണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 46-ാം വാക്യത്തിൽ മറിയ പറഞ്ഞു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. മറിയയ്ക്ക് പെട്ടെന്ന് ഈ പാട്ട് എങ്ങനെ ഉണ്ടായി? വരുന്ന ഉടനെ അമ്മച്ചി ഭയങ്കര ഈഗോ ആയിട്ടിരുന്ന അവളെ ഒന്നും ശരിക്കും സ്വീകരിക്കാതെ ഒരു കുന്നായ്മ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നെങ്കിൽ മറിയയ്ക്ക് ഇങ്ങനെ സ്തുതിയൊക്കെ വരും ഉടനെ വായിന്ന്. എലിസബത്തിന്റെ വീട്ടിൽ വന്ന ഉടനെ അവളുടെ വായിന്ന് അങ്ങ് സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അമ്മച്ചിയുടെ എൻകറേജ്മെന്റ് ഒക്കെ കിട്ടിയ ഉടനെ ദൈവത്തെ സ്തുതിക്കുന്ന മറിയ. 1-ാം അധ്യായത്തിൽ തന്നെ 3 പാട്ടുണ്ടെന്നാ പറയുന്നത്. 400 വർഷം ദൈവം സംസാരിക്കാതിരുന്നെങ്കിലും എലിസബത്തിന്റെ ഈ വാക്കുകളും ഒരു പാട്ട് പോലെ. അത് കഴിഞ്ഞ് മറിയയുടെ ഒരു പാട്ടുണ്ട്. അത് കഴിഞ്ഞ് സക്കറിയാവിന്റെ ഒരു ദീർഘദർശനമായിട്ടൊരു പ്രോഫസി ആയിട്ടൊരു പാട്ടുണ്ട്. 3 പാട്ടുകൾ. ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്ന സഹോദരിമാർ. എത്രയോ നല്ലൊരു കാര്യമാണ്. കർത്താവെ ആദ്യമായിട്ട് വിളിക്കുന്ന എലിസബത്ത് എത്ര ഒരു ധന്യമായ ജീവിതമാണെന്ന് നമ്മൾ ഓർക്കുന്നു. വേഗം ഞാൻ അടുത്തുള്ള 2 കാര്യങ്ങളും കൂടെ പറഞ്ഞു നിർത്താം. പിന്നെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. 41-ാം വാക്യം. എലിസബത്ത് എങ്ങനെയുള്ള സ്ത്രീ ആയിരുന്നു? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. നേരെ ഇല്ലാത്തതുകൊണ്ട് വായിക്കണ്ട, എല്ലാവർക്കും അറിയാലോ. എഫേസ്യർ 5:18-19 നമ്മൾ എന്നാ വായിക്കുന്നത്? പരിശുദ്ധാത്മാവിന് നിറഞ്ഞവരായിട്ട് നമ്മൾ കാണപ്പെടണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ എന്നാ ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി. അത് തന്നെ ഇവർ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിറയുമ്പം ആത്മീയ ഗീതങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ദൈവത്തിനെ സ്തുതിച്ചായിരുന്നോ? തമ്മിൽ സംസാരിച്ച് അവരെന്നാ ചെയ്തു? ദൈവത്തിന് മഹിമ കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ഒരു സഹോദരിയായിരുന്നു. അപ്പോൾ ഒരു ഗോഡ്ലി വുമൺ എങ്ങനെ അലങ്കരിക്കണം? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരിക്കണം. അവൾ മാത്രമല്ല കേട്ടോ, 400 വർഷം കഴിഞ്ഞ് ദൈവം ഇവരോടല്ലേ സംസാരിക്കുന്നേ. യോഹന്നാന്റെ കാര്യം എന്നാ വായിക്കുന്നേ? 15-ാം വാക്യത്തിലുണ്ട്,
അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. മകൻ എങ്ങനെയുള്ള ആളായിരുന്നു? ഗർഭത്തിൽ വെച്ചേ പരിശുദ്ധാത്മാവിനാൽ നിറയും. അടുത്തത് സക്കറിയാവിനെ പറ്റി വായിക്കുമ്പോൾ 67 വാക്യം, അവന്റെ അപ്പനായ സക്കറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്. 67 വാക്യം. അമ്മ, അപ്പൻ, കുഞ്ഞ് എല്ലാം പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ പോലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിരന്തരമായിട്ട് അവരുടെ കൂടെ അല്ല. പക്ഷെ ഇവരൊരു ഗോഡ്ലി ഫാമിലി ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവാ 3 പേരുടെ ഉള്ളത്തിലും പരിശുദ്ധാത്മാവിന്റെ നിറവ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ നടന്നതല്ലേ, ദൈവസന്നിധിയിൽ നടന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു കുടുംബം. നമ്മളും പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലുള്ളവരായിട്ട്, ദൈവാത്മാവാൽ നടത്തപ്പെട്ടവരായിട്ട് നമ്മൾ കാണപ്പെടുവാൻ ഇടയാക്കണം. അടുത്തതായിട്ട് എലിസബത്തിനെ പറ്റി കാണുന്നത് 56 വാക്യം. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബത്ത് വാസ് എ വുമൺ ഓഫ് ഹോസ്പിറ്റാലിറ്റി. അതിഥി സൽക്കാരം ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു എലിസബത്ത്. ആരെങ്കിലും 2-3 ദിവസം നിങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമോ? അല്ല, നിങ്ങൾക്കെന്ന് പറയാം, നമുക്കെന്ന് പറയാം. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. 3 ദിവസം അളിയനും നാത്തൂനും ഒക്കെ വരുന്നുണ്ട്. അല്ല 3 ആഴ്ച വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇനി എന്തെല്ലാം പാടുപെടണം, ഇവരെ എന്തുമാത്രം സഹിക്കണം, എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ വീടുകളിൽ. എനിക്കറിയാൻ അറിയത്തില്ല, ഞാനങ്ങ് പറയാം. അവിടെയൊക്കെ ഞങ്ങൾ സഹോദരിമാരോട് പറയാം, അവിടെയൊക്കെ ഹോസ്പിറ്റാലിറ്റിയിൽ ഭയങ്കര മടിയാണ് ആളുകൾക്ക്. അപ്പം ഞങ്ങളെപ്പോഴും പറയും, ഇനി നമ്മുടെ വീടുകൾ അവിടെയൊക്കെ കുഞ്ഞു വീടാന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ ആളുകൾ നമ്മുടെ വീടിന്റെ വലുപ്പമോ കയ്യിലുള്ള കാശിന്റെ വലുപ്പമോ ഒത്തിരി കൊടുക്കണമെന്നല്ല, നമ്മുടെ ഹൃദയത്തിന്റെ വലുപ്പം അതല്ല അല്ലെ. ദൈവത്തിന് വേണ്ടി എൻ്റെ വീട് തുറക്കാൻ എനിക്ക് മനസ്സുണ്ടോ? എത്രയോ സ്ത്രീകൾ തങ്ങളുടെ വീട് തുറന്നു കൊടുത്തു. അപ്പോസ്തലർ 12 മാർക്കിന്റെ അമ്മ മറിയ, അപ്പോസ്തലർ 16 ലിഡിയ, 18 പ്രിസില്ല, അങ്ങനെ എത്ര പേരുടെ കാര്യങ്ങൾ. എലിസബത്ത് അതൊക്കെ തുടങ്ങി വെക്കുന്ന കേട്ടോ. മറിയ, യേശുവിന്റെ അമ്മ മറിയെ 1 ആഴ്ച 2 ആഴ്ചയല്ല 3 മാസം, ഫസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസി ആണെന്ന് ഓർക്കണം. മെയിൻ ടൈമാ മറിയയുടെ ജീവിതത്തില്. അവളുടെ അമ്മ വീട്ടിൽ പോലും അല്ല അവളിരുന്നേ, ഇവിടെയായിരുന്നേ. അത് മാത്രമല്ല അമ്മച്ചിയും പ്രഗ്നന്റ് ആണെന്ന് ഓർക്കണം. നമുക്ക് നമ്മൾ നല്ലതായിരിക്കുമ്പോൾ കൂടെ ഒരുത്തരം വീട്ടിൽ സ്വീകരിക്കാൻ നമുക്കിപ്പോ താല്പര്യമില്ല. അമ്മ കൂടെ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, വാനിഷിംഗ് വെർച്യൂ அப்படின்னு. വാനിഷിംഗ് വെർച്യൂ, ഇപ്പൊ കാണാനില്ലാത്ത ഒരു ഗുണമാണ് അതിഥി സൽക്കാരം. ഈ അമ്മച്ചി ലാസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസി ആണെന്ന് ഓർക്കണം അമ്മച്ചിയുടെ കാര്യം. അപ്പൊ എന്തുമാത്രം ബെത്തപ്പാടുണ്ട്. മിക്സിയും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഒന്നുമില്ല, എല്ലാം കൈകൊണ്ട് ചെയ്യുന്ന ജോലികളാ. പ്രായമുള്ള അമ്മച്ചി ഗർഭിണിയാണ്. 3 മാസം ഇവളവിടെ നിന്നത് അമ്മച്ചിക്ക് സഹായമായി കാണും, സന്തോഷമായി കാണും. പക്ഷെ ഇവർ രണ്ടുപേരും സ്പിരിച്വൽ ആയിരുന്നത് കൊണ്ട് ഹാപ്പി ആയിട്ട് 3 മാസം അവർക്ക് വേഗം കടന്നുപോയി. അപ്പൊ ദൈവം അവരെ എന്തുമാത്രം സഹായിച്ചു. അങ്ങനെ എലിസബത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൾ അതിഥി സൽക്കാരം 1 പെത്രോസ് 4:9 വായിക്കുന്നുണ്ട്, പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം. നമ്മൾ അതിഥി സൽക്കാരം ചെയ്യും, ഞങ്ങളുടെ അവിടെ ഒത്തിരി അതിഥി സൽക്കാരം ഞങ്ങൾ ചെയ്യും. പക്ഷെ എപ്പോഴും പിറുപിറുപ്പില്ലാതെ അല്ല, ചിലപ്പോഴൊക്കെ പിറുപിറുത്തോണ്ട്. പക്ഷെ ദൈവം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്, പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ചെയ്യണം. വേറെ വാക്യങ്ങളുണ്ട്, പറയാം, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. എബ്രായർ 13:1-2, റോമർ 12:13, ഹെബ്രായർ 6:10 നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വാസികൾക്കായിട്ട് ചെയ്തതൊന്നും മറന്നു കളയുവാൻ ദൈവം അനീതി ഉള്ളവനല്ല. നിങ്ങൾ വിശ്വാസികൾക്ക് കാണിക്കുന്ന ഈ സ്നേഹവും നിങ്ങളിങ്ങനെ അതിഥി സൽക്കാരം ഒക്കെ ചെയ്യുമ്പോൾ അതൊന്നും മറന്നു കളയുവാൻ ദൈവം അനീതി. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും നിങ്ങൾ ചെയ്ത പ്രയാസങ്ങൾ, നിങ്ങൾ എടുത്ത കഷ്ടങ്ങളൊന്നും ദൈവം മറന്നു കളയത്തില്ല. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മറിയയും എലിസബത്തും 2 പേരും അവരുടെ മക്കളെ എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിച്ചു. മറിയോട് മുന്നേ തന്നെ പറയുന്നുണ്ടല്ലേ, ഒരു വാളല്ലേ കിടക്കും. അപ്പോൾ എലിസബത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അവരൊക്കെ ആരായിട്ട് വന്നവരാ? പ്രീസ്റ്റ് ഫാമിലി അല്ലേ, ലേവ്യരുടെ കുടുംബമാണ്. അവരെല്ലാം പ്രീസ്റ്റാണ്, പുരോഹിതന്മാരാണ്. പക്ഷെ അവരുടെ മോൻ ഒരു പുരോഹിതനാകണമെന്ന് അവർ നിർബന്ധിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം ദൈവം അവനെ ഒരു പ്രവാചകനായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് നമ്മുടെ പിള്ളേരെ അങ്ങ് ഞെക്കി, അവർക്ക് ഇഷ്ടമില്ലേലും തള്ളി വിടാനാണ് ഇന്ന് ഒത്തിരി പേരൻസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പിള്ളേർക്ക് വളരെ നിരാശയാണ്. ദൈവത്തിന്റെ ഹിതം തന്നെ അവരുടെ ജീവിതത്തിൽ. ദൈവം അവരെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? അവർക്ക് എന്ത് കഴിവാണ് ദൈവം കൊടുത്തിരിക്കുന്നത്? ഇവരത് അറിഞ്ഞു. കാരണം ദൈവം ഇവരോട് മുന്നേ പറഞ്ഞു, ഇവനെ വഴി ഒരുക്കാനായിട്ട് ഞാൻ തരും. ഇവർ അപ്പനൊരു പുരോഹിതനാണെങ്കിലും മോൻ ഒരു പ്രവാചകനായിട്ട് പോകണമെന്നുള്ള ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുത്തു. അത് മാത്രമല്ല, ഈ മകനെ മരണത്തിനും വിട്ടുകൊടുത്തു. ഒരു നാൾ എന്നാ ചെയ്യും? തലയെ പോകുന്ന കേസ്, ഈ തല പോകുന്ന കേസിനൊന്നും എൻ്റെ മോനെ ഞാൻ വിടുകയില്ല. പക്ഷെ മറിയയും ശരി എലിസബത്ത് ശരി, 2 പേരും എന്താ ചെയ്തു? ദേ ഗേവ് അപ്പ് ദ ചിൽഡ്രൻ ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെ
വിട്ടുകൊടുത്തു. 80-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പൈതൽ വളർന്ന ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. ദൈവം പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ജീവിതം നടന്നു. യോഹന്നാനെ പറ്റി നമ്മളതൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ എലിസബത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രതിജ്ഞ, ഗോഡ്സ് ഓത്ത്. ഓത്ത് എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്ന സത്യം അല്ലെങ്കിൽ വാഗ്ദത്തം. സക്കറിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗോഡ് റിമെമ്പേഴ്സ്, ദൈവം ഓർക്കുന്നു. യോഹന്നാന്റെ അർത്ഥം ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവകൃപ. അപ്പൊ ദൈവം തന്റെ വാഗ്ദത്തം ഓർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മൾ പേര് അങ്ങനെയല്ല ഇടുന്നത്, പക്ഷെ അവർ അന്നെല്ലാം പേരൊരർത്ഥം വെച്ച് എടുത്തുള്ളായിരുന്നു. ഗോഡ് റിമെമ്പേർഡ് ഹിസ് ഓത്ത്. അതാണ് സക്കറിയായും എലിസബത്ത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ അടുത്ത് ചില ശിഷ്യന്മാരൊക്കെ വന്ന് പറയും, കണ്ടോ നിന്റെ കൂടെ കുറെ പേര് നടന്നല്ലോ. യോഹന്നാൻ 3:26 - 30 വരെ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അതിന്റെ സാരാംശം ഞാൻ പറയാം. കുറെ പേരൊക്കെ നിന്റെ കൂടെ മിനിസ്ട്രിക്ക് വേണ്ടി നടന്നല്ലോ. അവരൊക്കെ ഇപ്പൊ എന്തോ ചെയ്യുമെന്നറിയാമോ? ഈ യേശു ക്രിസ്തുവിന്റെ പുറകെ പൊക്കോണ്ടിരിക്കുക. നിങ്ങൾ വായിച്ചിട്ടില്ലേ അത്? അപ്പൊ യോഹന്നാൻ എന്നാ പറയുന്നേ? അവര് പോട്ടെ, ഇതിനു വേണ്ടിയല്ലേ ഞാൻ വന്നത് എന്തിനു വേണ്ടിയാ? ഇപ്പോഴാ എന്റെ സന്തോഷം പരിപൂർണമാകുന്നത്. യേശുവിലോട്ട് ആളുകളെ കാണിക്കാനല്ലേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് എൻ്റെ കൂട്ടത്തെ ആളെ കൂട്ടാനല്ല ഞാൻ വന്നത്. അവരെല്ലാം പോട്ടെ, യേശുക്രിസ്തു മണവാളന്റെ പുറകിൽ എല്ലാവരും പോകുമ്പോൾ എനിക്ക് സന്തോഷം. അതിന്റെ അവസാനം എന്നാ പറയുന്നുണ്ട്? ഞാനോ കുറയണം, അല്ലേ? നീ വളരണം, ഞാൻ കുറയണം. യോഹന്നാൻ പറയുന്നതാ. അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. യോഹന്നാൻ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? അമ്മയെ കണ്ട് പഠിച്ചതാണെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. അമ്മ എന്നാ ചെയ്തു? മറിയയാണ് അങ്ങ് ഉയർത്തുന്നത്. യോഹന്നാൻ എന്നാ ചെയ്തു? എൻ്റെ ശിഷ്യന്മാരൊക്കെ വിട്ടുപോയാലും എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ഈ യേശുക്രിസ്തുവിനെ കാണിക്കാനല്ലേ വന്നത്. അവൻ വളരട്ടെ, ഞാൻ കുറയട്ടെ. അപ്പൊ ദൈവഭക്തിയുള്ള സ്ത്രീകളും എങ്ങനെ പറയണം? ദൈവം വളരണം, ഞാൻ കുറയണം. അപ്പൊ അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അവർ നീതിയുള്ളവരായിരുന്നു, കുറ്റമില്ലാത്തവരായിരുന്നു, സകല കൽപ്പനകളിൽ അനുസരണമുള്ളവരായിട്ട് 2 പേരും നടന്നു. അതിഥി സൽക്കാരമുള്ളവരായിരുന്നു, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന, മറ്റുള്ളവരെ എടുത്തു കെട്ടുന്നവളായിരുന്നു, മറ്റുള്ളവർക്ക് ഓടി വരാൻ പറ്റുന്ന ഒരു വീടുണ്ടായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സഹോദരിയായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു സഹോദരിയായിരുന്നു. അവസാനം തൻ്റെ മകനെ ദൈവവേലയ്ക്ക്, ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുത്ത ഒരു സഹോദരിയായിരുന്നു. ആ മകനും അതേ ഒരു പാത, ഒരു അസൂയയും കുശുമ്പും യോഹന്നാനും ഇല്ല. ഞാനോ കുറയണം, നീ വളരണം, ഞാൻ കുറയണം. ആ ഒരു കാര്യമാണ് യോഹന്നാൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടും.